പക്ഷേ ഞാൻ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് ശരീരമാകെ വേർക്കുകയും എൻ്റെ കണ്ണിലാകെ ഇരുട്ട് കയറുകയൊക്കെ ചെയ്ത് ദേശസ്നേഹം 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 3 തവണ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു എന്നാ നീ അറിയിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതായാലും ഞാൻ ബോധം കിട്ടുമ്പോൾ വേണില്ലല്ലോ, ഞാൻ കുറച്ച് നേരമായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്തിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ഒരു പരാജയം ഇതിനെ ഞാൻ അതിജീവിക്കും. ഞാൻ എന്തെങ്കിലുമൊക്കെ സ്റ്റേജിൽ കയറുന്നത് എനിക്ക് തോന്നിയതൊക്കെ ഞാൻ വിളിച്ച് പറയുന്ന ഒരു പ്രാസംഗികനായി മാറും എന്ന് ഞാൻ സ്വയം വിചാരിക്കുകയാണ് കേട്ടോ. സ്വയം വിചാരിക്കുക, ആരോടും പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ പ്രഖ്യാപനം നടത്തിയിട്ടില്ല ഞാനിങ്ങനെ ആവാൻ പോകുന്നു. അങ്ങനെ പ്രഖ്യാപിച്ചാൽ വലിയ തടസ്സമാണ്, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പതുക്കെ ഇതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്നില്ല. എബ്രഹാം ലിങ്കൻ ആദ്യം പ്രസംഗിക്കാൻ പോയപ്പോൾ വളരെ മോശമായിരുന്നു. പിന്നീട് അതുപോലെ ചർച്ചിൽ വളരെ മോശമായിരുന്നു. പിന്നീട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ച് പഠിക്കുകയാണ്. ഇങ്ങനെ പ്രസംഗിച്ചാൽ മതിയോ? പക്ഷെ നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് പൈസയ്ക്ക് വേണ്ടി ആവരുത്, നന്നാവാൻ വേണ്ടി ആവണം എന്ന് മാത്രം. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരും ശ്രദ്ധിക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരു അൺഫിനിഷ്ഡ് പ്രോഡക്റ്റാണ്. നിങ്ങളൊരു റോ മെറ്റീരിയലാണ്, ഒരു അസംസ്കൃത വസ്തുവാണ്. ഇതിനെ ഓരോ ദിവസവും പരിഷ്കരിച്ച് വേണം നമുക്ക് ജീവിതത്തിൽ തിളക്കമുള്ളതാണ്. ഈ ഡയമണ്ട് ഉണ്ടല്ലോ, സ്ത്രീകൾ മൂക്കുത്തിയായിട്ടും കമ്മലായിട്ടൊക്കെ ഇടുന്ന ഡയമണ്ട്, മോതിരമൊക്കെ ഇട്ടിരുന്ന ഡയമണ്ട്. ഈ ഡയമണ്ടിൻ്റെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് നമ്മുടെ കരിക്കട്ട പോലെ ഇരിക്കുന്നൊരു സാധനം. കരിക്കട്ടയാണ് ഡയമണ്ട് ഓർ. ഇതിൻ്റെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് കരിക്കട്ട പോലെ ഇരിക്കുന്ന വളരെ ഹാർഡായിട്ടുള്ള